നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്നും വഴക്കാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ എപ്പോഴും വഴക്കുണ്ടാക്കുന്ന സമയത്ത് ആ ഒരു പ്രശ്നത്തെ നിങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒന്നെങ്കിൽ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തോട് കമ്പയർ ചെയ്യും, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് അവരെ പോലെ ആയിക്കൂടെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പണ്ട് ചെയ്ത പോലെ ഇനിയും ചെയ്യാൻ നിൽക്കുകയാണോ എന്നുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് നിങ്ങൾ സംസാരിക്കുക. അങ്ങനെ വിടുന്ന സമയത്ത് ഒരു ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കൂടുതൽ സ്ട്രെസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പല ഭാര്യമാരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് അവർക്ക് സമയം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അവരോട് നല്ല രീതിയിൽ സംസാരിക്കുന്നില്ല, അവരൊന്നും പുറത്ത് കൊണ്ടുപോകുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇങ്ങനെ ഒരു സ്ട്രെസ് നിങ്ങൾ ഡെയിലി കൊടുത്തതിന് ശേഷം നിങ്ങൾ വീണ്ടും ഒരു കമ്പാരിസൺ കൂടെ കൊണ്ടുവരുന്ന സമയത്ത് കൂടുതൽ അവർക്ക് സ്ട്രെസ് ആണ് ഉണ്ടാവുക. ഒരിക്കലും നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സ്നേഹം നിങ്ങളിലേക്ക് എത്തില്ല എന്നുള്ളതാണ്. അതിനൊരു ആൾട്ടർനേറ്റീവായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പരാതിയും പരിഭവവും എല്ലാം നിങ്ങൾ മനസ്സിൽ ഒതുക്കിയിട്ട് ചിരിച്ചുകൊണ്ട് നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വീണ്ടും അവർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക, അവരുടെ നല്ല രീതിയിൽ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത്തരത്തിൽ നിങ്ങൾ റിപ്പീറ്റഡ്ലി ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവരുടെ മനസ്സിലൊരു ചിന്താഗതി വരും, പാവം ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും അവൾക്ക് എന്നോടുള്ള സ്നേഹം അല്ലെങ്കിൽ അവനക്ക് എന്നോടുള്ള സ്നേഹം കുറഞ്ഞിട്ടില്ലല്ലോ, അവൾ ഭയങ്കരമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ വന്നിരിക്കും. നിങ്ങൾ എത്രത്തോളം സ്ട്രെസ് അവർക്ക് കൊടുക്കുന്നു, നിങ്ങൾ എത്രത്തോളം പരാതി അവരോട് പറയുന്നോ അത്രത്തോളം നിങ്ങളോട് അവർ അകന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും.